പച്ചയായിട്ട് കാണുന്നതിൽ ഭൂരിഭാഗം തവരയാണ്. തവര എന്ന് വെച്ചാൽ സെന്നാട്ടോറ മഴക്കാലത്ത് മാത്രമായിട്ട് കാണുന്ന ഒരു സസ്യമാണ്. വേനൽക്കാലത്ത് ഒന്നോ രണ്ടോ ഇങ്ങനെ കാണും, പക്ഷെ മഴ പെയ്തതിന് ശേഷമാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണ് തവര. ഈ തവര നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കാം. കണ്ണിനും ഒരുപാട് സ്കിൻ ഡിസീസിനും ഒക്കെ തവര യൂസ് ചെയ്യാറുണ്ട്. മലബന്ധ പ്രശ്നം അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് തവര കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇലക്കറികളിലുള്ള എല്ലാ ഔഷധ ഗുണങ്ങളും തവരയിലുണ്ട്. അപ്പം നമുക്ക് ഇന്ന് തവരക്കറി വെക്കാം. തവര നോക്കിയെടുക്കുമ്പോൾ മാറിപ്പോകാൻ പാടില്ല. ഇതിൻ്റെ ആക്രേഷൻ ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ പറിച്ച തവര ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകുക. നമ്മൾ നേരത്തെ പറിച്ച തവര ഇതുപോലെ എടുക്കണം കേട്ടോ. അതുപോലെ എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൊമ്പുകളുണ്ടല്ലോ, അതിങ്ങനെ ഒന്നിച്ച് കിട്ടുന്ന രീതിയിൽ നമ്മൾ എടുക്കാം. ഒരുമിച്ച് പിടിച്ച ശേഷം കട്ടിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ അത് ജസ്റ്റ് മുറിക്കുക, മുറിച്ച് കളയാം. അത് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ആ ഭാഗങ്ങൾ നമ്മൾ മുറിച്ച് കളയാം. അതിനുശേഷം ഭയങ്കര മെലിഞ്ഞത് നേരിങ്ങനെ മുറിച്ച് വേണം കേട്ടോ. എന്നാൽ മാത്രമേ തവരേൻ്റെ ആ ഒരു ഇത് കിട്ടും, നല്ല വെന്ത് നല്ല അടിപൊളിയായി കിട്ടുള്ളൂ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുക്കണേ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് തവര. കർക്കിടക മാസത്തിൽ ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്, തവര കഴിക്കുന്നത് നല്ലതാണ്. പണ്ട് വഴിയരികിൽ റോഡ് സൈഡിലെല്ലാം ഒരുപാട് തവര കാണാറുണ്ട്. ഇപ്പം അത്ര അധികം ഇല്ല, എങ്കിലും നമ്മുടെ വീട്ടിൻ്റെ സൈഡിലൊക്കെ തവര ഉണ്ട്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് തവര മുറിക്കണം കേട്ടോ. കുറച്ച് പണിയാണ്, എന്നാലും നല്ല ടേസ്റ്റാണ്. എനിക്കറിയില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, ഇന്നലത്തെ മഴക്ക് മുളച്ച തവര എന്നെല്ലാം. തവരയുണ്ടല്ലോ ഈ മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മുമ്പ് റോഡ് സൈഡിൽ ഈ മഴക്കാലമാകുമ്പം ഫുൾ കാണാറുണ്ട്, ഇപ്പം അത്ര അധികം കാണാറില്ല. എന്നാലും നമ്മളെ വീട്ടിൻ്റെ അടുത്തൊക്കെ തവര മുളച്ചു വന്നു. അതാണ് കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ആ തവര ഫുള്ള് മുറിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തവരയെല്ലാം നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. മുറിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ടേസ്റ്റും ആലോചിക്കുമ്പോൾ നമ്മൾ മുറിച്ചു പോകും. പിന്നെ ഈ മഴക്കാലത്ത് മാത്രം കിട്ടുന്ന ഒരു സാധനമാണല്ലോ
സീസണൽ ഫ്രൂട്ട്സ്, സീസണൽ വെജിറ്റബിൾസ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ചക്ക ഉണ്ടാകുന്ന സമയത്ത് ചക്ക കഴിക്കണം, മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് മാങ്ങ, അതുപോലെ സീസണൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ കാണുമ്പോൾ കുറേ ഉള്ളതുപോലെ തോന്നും, പക്ഷേ വെന്ത് വരുമ്പോൾ ഇത് കുറച്ചാണ്. നമുക്ക് ഇലക്കറി ആയതുകൊണ്ട് കുറച്ച് വെള്ളം മതി. എന്താ, ഇത് കുഞ്ഞൊരു ക്യൂട്ട് കപ്പാണ്, ഇതിൽ ഇത്രേ വെള്ളമുള്ളൂ. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് നോക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പിടണം. ഇപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടാം. ഉപ്പിട്ട ശേഷം നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചില്ലേ, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയ ശേഷം ഇലക്കറികളിൽ നിന്നല്ലോ സാധാരണ വെള്ളം, നമ്മളിത് വേവുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ വെച്ച ശേഷം നമ്മൾ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇളക്കി നോക്കിയാൽ മതി ആയോ. ബാക്കി പിന്നെ പറയാം. നമുക്കപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക. അങ്ങനെ നമ്മുടെ തവര നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നന്നായി തവര വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരവി ഇടണം. നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമാണോ അങ്ങനെയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. തവര റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് പണികൾ ബാക്കിയുണ്ട്. നമുക്കിതിന് താളിച്ചിടണം. പിന്നെ തവരയിൽ ഒരു അരി വറുത്ത് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതാണ് തവരയുടെ തവരക്കറിയുടെ സ്പെഷ്യൽ ഹൈലൈറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. നമുക്കിത് താളിച്ചിടാം. പിന്നെ അരി വറുത്ത് പൊടിച്ചിടാം. അപ്പം നമ്മുടെ തവരക്കറി റെഡിയാവും. ഇനി നമുക്ക് താളിച്ചിടണം. അതിന് ഒരു പാത്രം വെക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഇത് വെളുത്തുള്ളി ചതച്ചത്,
തവരയ്ക്ക് ഉള്ളിയും മുളകും വറുത്തിട്ടു. ഇനിയാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനിയാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഞാൻ നേരത്തെ താളിച്ചിടാൻ വേണ്ടി യൂസ് ചെയ്ത അതേ പാത്രമാണ്. ഇതിൽ നമ്മൾ കുറച്ച് അരി വറുക്കണം. അതായത് സാധാരണ ചോറ് വെക്കുന്ന പുഴുക്കലരി, ഇത് കഴുകി വെച്ചതാണ്. അത് നമ്മൾ ഇതിലേക്കിട്ട് വറുത്തെടുക്കണം. ഇത് നന്നായി വറുത്തതിന് ശേഷം പൊടിച്ചിട്ട് നമ്മുടെ തവരക്കറിയിലേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ അരി നന്നായി വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ നേരത്തെ വറുത്ത അരി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തവരയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇളം ആ ചൂടോടുകൂടി തന്നെ ചെയ്യണേ. തവരയിൽ അരിപ്പൊടി എന്തിനാ ചേർക്കുന്നത് ചോദിച്ചാൽ എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ഇലക്കറി ആയതുകൊണ്ട് അതിന് എന്താ ഇല്ലെങ്കിൽ ഒരു കുഴഞ്ഞു നിൽക്കില്ലേ, അപ്പം അതൊക്കെ ഒന്ന് വേറിട്ട് നിന്ന് നിൽക്കാൻ വേണ്ടി ആയിരിക്കും പണ്ട് കാലം മുതലേ അരി വറുത്ത് പൊടിച്ച് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ ടേസ്റ്റും ഒന്ന് മുന്നിട്ട് നിൽക്കും. അങ്ങനെ നമ്മുടെ തവരക്കറി റെഡിയായി.